ഒന്ന് മടങ്ങിയിട്ട് അച്ചോ, ഈ ലോകത്ത് ഒരേ ഒരാൾ വിവാഹം കഴിക്കാനേ മനസ്സുകൊണ്ട് സാറ് സമ്മതിക്കത്തുള്ളൂ, ഈ എന്നെ. അച്ചോ, ക്രിസ്തുദേവന്റെ പ്രധാനപ്പെട്ട വചനം എന്നതാ പരസ്പരം സ്നേഹിക്കുക. ഞാൻ സാറേയും സാറ് എന്നെയും സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. അച്ചോ, കർത്താവ് സ്വർഗത്തിൽ കൂട്ടിച്ചേർത്ത ബന്ധമാണ് ഞങ്ങളുടേത്. ഒരു സാത്താന്റെ സ്വാധീനത്തിൽപ്പെട്ട് അച്ഛൻ ഞങ്ങളുടെ ബന്ധം വേർപിരിക്കാൻ കൂട്ടു നിൽക്കരുത്. ഒരു പൗരന്റെ ന്യായമായ അവകാശം സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സഹായിക്കണം. അരുത് അരുതമ്മ, പള്ളിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. മുഖ്യം പറഞ്ഞാൽ അതിന്റെ ശരി. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ, അല്ലേ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഒരു മുഖ്യമന്ത്രി പറഞ്ഞതിനെ പ്രതിപക്ഷ നേതാവ് ശരിവെച്ചത്. ആ ഐക്യത്തിന്റെ ധൈര്യത്തിൽ എല്ലാ കാലത്തും വർക്കൗട്ടാവുന്ന കർത്താവ് എന്ന സെന്റിമെന്റ്സ് ഞാൻ. അച്ഛനറിയാവോ, ഇവളെ ഇത്രയും കാലം വീട്ടുതടങ്കലിൽ വെച്ചേക്കുമായിരുന്നു. അച്ചോ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് അത്ര വലിയ കുറവാണോ അച്ചോ? തൊഴിലാണ് മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നെങ്കിൽ ക്രിസ്തുദേവൻ മരപ്പണിക്കാരനല്ലായിരുന്നു. പ്രതീക്ഷിച്ച പോലെ ആദ്യത്തെ നമ്പർ ഏറ്റു. അച്ഛൻ കൺഫ്യൂഷനിലായി. അച്ചോ, ഇവർക്ക് ചിലപ്പോൾ ഞങ്ങളെ കൊല്ലാൻ പറ്റുമായിരിക്കും അച്ചോ, പക്ഷെ ഞങ്ങളുടെ സ്നേഹത്തെ കൊല്ലാൻ പറ്റത്തില്ല. അല്ലയോടി, നിന്നെ കൊല്ലും, നിന്റെ സ്നേഹത്തെ ഞാൻ കൊല്ലും. നിർത്തേ എടാ, നീ ആ കുട്ടിക്കാനത്ത് സ്റ്റുഡിയോ അടുത്തിരുന്ന് മരിച്ചുപോയ പോളേട്ടന്റെ മോനല്ലേ ജോർജ് അങ്കിൾ? ഇവൻ എന്റെ വോട്ടറാ. നിങ്ങളൊന്ന് സമാനപ്പെടും. ചീഫ് ഇപ്പൊ ജോർജിന്റെ വോട്ടർ. നിങ്ങളുടെ മോളെ തല്ലേ കൊല്ല എന്നാ വേണമെങ്കിലും ചെയ്യും, പക്ഷേ എന്റെ വോട്ടറുടെ മേലെ ഒരു തരി മണ്ണ് വീണാലേ എന്റെ സ്വഭാവം അറിയാലോ.